അഭിമന്യ പാലാ രൂപതയുടെ ബിഷപ്പ് മാർ ജോസഫ് കലറിങ്ങാട്ട് പിതാവേ, ഒട്ടനാങ്കൽ കുടുംബയോഗത്തിന് പങ്കെടുക്കുന്നതിനും ഇത് വിജയപ്രദമാക്കുന്നതിനും ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും ഏറ്റവും ആദ്യം ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്യുകയും പൂർവികര് നമുക്ക് നേടിത്തന്നിട്ടുള്ള വളരെ വിലപ്പെട്ട മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിനും അവരുടെ മാതൃക പിന്തുടരുന്നതിനും അവര് നമുക്ക് നേടിത്തന്നിട്ടുള്ള ആ വലിയ ദൈവാനുഗ്രഹത്തിന്റെ പൈതൃകം കൈമുതലാക്കുന്നതിനും അത് തലമുറകളിലേക്ക് മാറുന്നതിനുമുള്ള വലിയ ഒരു സംഗമമാണ് ഈ കുടുംബ യോഗം എന്ന് പറയുന്നത്. ഒട്ടനാങ്കൽ കുടുംബം നമ്മളുടെ രൂപതയിൽ നിർണായകമായ ഒരു സ്ഥാനം വഹിക്കുന്നുണ്ട്. ഈ കുടുംബത്തോടുള്ള എൻ്റെ ആദ്യത്തെ പരിചയ ബന്ധം ബഹുമാനപ്പെട്ട ഇപ്പോൾ സംസാരിച്ച ജോസഫിൻ വഴിയാണ്. ഞങ്ങൾ വടവാതൂർ സെമിനാരിയിൽ ഒരേ കാലത്ത് എൻ്റെ നേരെ മുൻപിൽ ജ്യേഷ്ഠ സഹോദരനായിട്ട് പഠിച്ച വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ പെരുമാറ്റവും സേവന സന്നദ്ധതയും അനാവശ്യമായ ഒരു കാര്യത്തിലും ഇടപെടുകയില്ല എന്നുള്ള നിശ്ചയദാർഢ്യവുമൊക്കെ ഞാൻ വൈദിക വിദ്യാർത്ഥിയായിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച മൂല്യങ്ങളാണ്. അദ്ദേഹം വളരെ ഡിസിപ്ലിൻഡായ ഒരു വ്യക്തിയാണ്. മറ്റനേകർക്ക് മാതൃകയായിട്ട് അത് പലരും പറയുകയും ഞങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് ഒട്ടനാങ്കൽ കുടുംബത്തിലെ പല വ്യക്തികളെയും ബഹുമാനപ്പെട്ട ജോർജ് കുട്ടി സാറ്, എന്നോട് കൂടെ രൂപതാ കേന്ദ്രത്തിൽ ജീവിക്കുന്ന ഇപ്പോൾ സെന്റ് തോമസ് കോളേജിലേക്ക് പോകുന്ന മിസ്റ്റർ ജോർജ് കുട്ടി സാറിന്റെ പ്രിയപ്പെട്ട ഇച്ഛായന്, അങ്ങനെ പലരെയും എനിക്ക് ഈ കുടുംബത്തിൽ ബന്ധപ്പെടുവാനും പരിചയപ്പെടുവാനും എല്ലാം അവസരം കിട്ടി. ഈ കുടുംബത്തിന് ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ധാരാളം നല്ല മാതാപിതാക്കള്, വൈദികര്, സന്യസ്തര്, കർഷകര്, രാഷ്ട്രീയ ചിന്തകന്മാര്, അധ്യാപകര്, അങ്ങനെയെല്ലാം നല്ല ജനസമ്മതിയുള്ള ഒരു കുടുംബ സമുച്ചയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം അവര് കത്തോലിക്ക സത്യവിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ഒരു പറ്റം ആളുകളാണ്. കുടുംബം എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥവും ചേർത്ത് പിടിക്കുന്നത് എന്നാണ്. ക്രിസ്തീയ മൂല്യങ്ങളെ നഷ്ടപ്പെട്ടു പോകാതെ അവരുടെ ജീവിതത്തെ ചേർത്ത് പിടിക്കുന്ന മാതാപിതാക്കളും മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെയാണ് ഇവിടെയുള്ളത്. ഈ കുടുംബത്തിലേക്ക് മരുമക്കളായിട്ട് വന്നിട്ടുള്ള പെൺകുട്ടികളും വളരെ നല്ല ക്രിസ്തീയ പൈതൃകമുള്ള വീടുകളിൽ നിന്നാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ കുടുംബത്തിന്റെ ഭദ്രത നഷ്ടപ്പെടാതെ നമുക്ക് കാത്ത് സൂക്ഷിക്കുന്നതിനും ഉപകാരപ്പെടുത്തുന്നതിനുമെല്ലാം സാധിച്ചിട്ടുള്ളത്. ഞാൻ ഇന്ന് വളരെ തിരക്കുള്ള ദിവസമായതുകൊണ്ട് ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഒരു കാര്യം മാത്രം, നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, വേദപുസ്തകം മുഴുവനും കുടുംബങ്ങളുടെ ചരിത്രമാണ്. വേദപുസ്തകം മുഴുവനും ആദ്യന്തം. പഴയ നിയമത്തില് കർത്താവ് ഒരു പുരുഷനെ സൃഷ്ടിച്ച് അവന് ഒരു സഹായിയെ നൽകി രൂപപ്പെടുത്തുന്ന ആ കുടുംബം, പിന്നീട് അത് വലിയ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രങ്ങള്. ആ പൂർവ്വപിതാക്കന്മാരെല്ലാം അവർക്ക് നല്ല ഭാര്യയെ കിട്ടാൻ വേണ്ടി അവര് എടുക്കുന്ന ത്യാഗങ്ങള്, വർഷങ്ങള്, പതിറ്റാണ്ടുകള് മറ്റുള്ള വീടുകളിൽ പോയി താമസിച്ച് അവരാഗ്രഹിച്ച പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന പൂർവ്വപിതാക്കൾ. അതാണ് ബൈബിളിൽ ഉടനീളം നമ്മൾ കാണുന്ന ഒരു വലിയ ചരിത്രം. ബൈബിള്, വേദപുസ്തകം കുടുംബങ്ങളുടെ ചരിത്രമാണ്. നല്ല പിതാക്കന്മാരുടെ, നല്ല അമ്മമാരുടെ ചരിത്രം. അവരെല്ലാം ദൈവം വഴി കാണിച്ച് കൊണ്ടു നടക്കുന്നതിന്റെ ചരിത്രം. ഞാനീ പറഞ്ഞത് ദൈവം സ്വയം വെളിപ്പെടുത്തിയത് കുടുംബങ്ങളിലൂടെയാണ്, നല്ല മാതാപിതാക്കളിലൂടെയാണ്. ആ ഒരു വലിയ ചരിത്രമാണ് നമ്മൾ ഈ കുടുംബ സമ്മേളനങ്ങളിലും ഓർക്കേണ്ടത്.
ഇവിടെ നമ്മൾ ഈ വീട് മുറ്റത്ത് ഇരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നല്ല മാതാപിതാക്കളിലൂടെ ആ കൃപ, ആ മാതാപിതാക്കളെ കാത്തു സൂക്ഷിച്ച സത്യവിശ്വാസം, അവരിലൂടെ പിറന്നു വീണ അച്ഛന്മാര്, സിസ്റ്റേഴ്സ്, പിന്നീടുള്ള നല്ല കുടുംബിനികള് എല്ലാം, അതാണ് വേദപുസ്തകത്തിന്റെ തുടർച്ച. ബൈബിളിന്റെ ഒരു വ്യാഖ്യാനം പോലെ വന്നിട്ടുള്ള ഒരു കുടുംബമാണ് ഇത്. ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബം. അതില് ഇവിടെ ബഹുമാനപ്പെട്ട ജോർജ് സാറ് പറഞ്ഞതുപോലെ ധാരാളം ആളുകള് ഈ കുടുംബ വഴിയില് കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞവരും അതില് അഭിമാനം കണ്ടവരുമാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തില് എപ്പോഴും പറയാറുണ്ട്, ദ ബെസ്റ്റ് കൾച്ചർ ഈസ് അഗ്രികൾച്ചർ. ഏറ്റവും നല്ല സംസ്കാരം കൃഷി സംസ്കാരമാണ്. കൾച്ചർ എന്ന വാക്ക് തന്നെ ചരിത്രപരമായിട്ട് ആദ്യമായിട്ട് ഉപയോഗിച്ചത് അഗ്രികൾച്ചർ എന്നുള്ള ആ ഒരു രീതിയിലാണ്. അഗ്രികൾച്ചർ എന്താണ്? നമ്മളൊരു വിത്ത് പാകുമ്പോൾ അവിടെ മറ്റ് ഉപദ്രവങ്ങൾ ഒന്നും ഉണ്ടാകാതെ, കളകള് വളരാതെ നമ്മൾ വലിയ പ്രതീക്ഷയോടെ വയ്ക്കുകയാണ്. ഒരു തേങ്ങ മണ്ണിൽ വെക്കുമ്പോൾ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഫലം പ്രതീക്ഷിച്ച് വെക്കുകയാണ്. ഒരു കപ്പക്കോല് മണ്ണിൽ പാകുമ്പോൾ 6 മാസം കഴിയുമ്പോൾ വിളവ് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ വയ്ക്കുകയാണ്. മറ്റ് കളകള് നമ്മൾ മാറ്റിക്കളയുന്നു. കളകള് മാറ്റിക്കളയുമ്പോഴാണ് ഒരു കൾച്ചർ നല്ലതുപോലെ ഉണ്ടാകുന്നത്. അഗ്രികൾച്ചർ, കൃഷി സംസ്കാരം നല്ലതുപോലെ പ്രതീക്ഷയോടെ ജീവിക്കാനായിട്ട് നമ്മൾ ഏത് തയ്യ് മണ്ണിൽ വെക്കുമ്പോഴും വലിയ പ്രതീക്ഷയോടെ നമ്മൾ വെക്കുകയാണ്. 6 മാസം, 2 കൊല്ലം, 3 കൊല്ലം, ചില വൃക്ഷങ്ങള് നൂറ്റാണ്ടുകൾ നിൽക്കും, തെങ്ങ് പോലെയുള്ളത്. അങ്ങനെയുള്ള ആ ഒരു ഭാവിയെ നമുക്ക് കാണിച്ചു തന്ന സംസ്കാരമാണ് കൃഷി സംസ്കാരം. അത് കേരളത്തിന്റെ, ഭാരതത്തിന്റെ ആത്മാവാണ്. ഇവിടെയുള്ള ധാരാളം ആളുകൾ ഇന്നും ഈ കൃഷിയോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. പരിശുദ്ധ പിതാക്കന്മാര്, 23-ാം ജോൺ മാർപ്പാപ്പായെ പോലെയുള്ളവര് എപ്പോഴും പറഞ്ഞിരുന്ന കാര്യം, ഏത് തുറകളില് ജോലി ചെയ്യുന്നവരും, അഡ്വക്കേറ്റ് ആകട്ടെ, എഞ്ചിനീയർ ആകട്ടെ, അച്ഛനാകട്ടെ, സിസ്റ്റർ ആകട്ടെ, അവരെല്ലാം കൃഷിയോട് ബന്ധപ്പെട്ടാണ്. കൃഷി എന്തെങ്കിലും അറിയത്തില്ലാത്ത ആളുകൾ ആരും തന്നെ കാണുകയില്ല. അതുകൊണ്ടാണ് അത് നമ്മുടെ സംസ്കാരത്തിന്റെ വലിയ ഒരു ജന്മിയെ പോലെ, നമ്മളുടെ തറവാടിന്റെ ഒരു കുത്തക അവകാശം പിടിച്ചു പറ്റിയ ഒരു കാര്യസ്ഥനെ പോലെ നമ്മളുടെയൊക്കെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൃഷിക്കാരാണ്, വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ആ ഒരു കൾച്ചർ, അഗ്രികൾച്ചർ ഈസ് ദ ബെസ്റ്റ് കൾച്ചർ എന്നുള്ള ആ അടിസ്ഥാനപരമായ ഒരു പ്രമാണമാണ് ഈ കുടുംബങ്ങള്